ചില സ്ത്രീകൾ ഭക്ഷണം കൂടുതലൊന്നും കഴിച്ചില്ലേലും അമിതമായി വണ്ണം വെച്ച് പോകും. അതേസമയം ചിലർ എങ്ങനെയൊക്കെ ഭക്ഷണം കഴിച്ചാലും നന്നാവാതെ ഇരിക്കാറുണ്ട്. ചിലപ്പോൾ ഇത് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ പ്രവർത്തനത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാവാം ഈ സിംറ്റംസ് ഒക്കെ കാണുന്നത്. എന്താണ് തൈറോയ്ഡ് ഗ്ലാൻഡ്? തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് വെച്ചാൽ നമ്മുടെ തൊണ്ടയുടെ ഫ്രണ്ട് പോർഷനിൽ ഇരിക്കുന്ന ഒരു ബട്ടർഫ്ലൈ ഷേപ്ഡ് ഒരു ഗ്ലാൻഡ് ആണ്. ഈ ഗ്രന്ഥിയുടെ പ്രവർത്തനം ഏറിയോ കുറഞ്ഞോ പോയാൽ അതിൻ്റെതായ ലക്ഷണങ്ങൾ നമ്മുടെ ശരീരം കാണിക്കും. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഫംഗ്ഷനിൽ വരുന്ന വ്യതിയാനത്തെ 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഹൈപ്പോ തൈറോയിഡിസം, തൈറോയിഡിന്റെ ഫംഗ്ഷൻസ് കുറഞ്ഞു പോകുന്ന കൊണ്ടുണ്ടാവുന്ന ലക്ഷണങ്ങളും, ഹൈപ്പർ തൈറോയിഡിസം, തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻസ് കൂടിപ്പോകുന്നതുകൊണ്ടുണ്ടാവുന്ന ലക്ഷണങ്ങളും. ഹൈപ്പർ തൈറോയിഡിസത്തിൽ ഭക്ഷണം എത്ര കഴിച്ചാലും ശരീരം നന്നാവാതെ മെലിഞ്ഞു ഉണങ്ങിയിരിക്കുന്ന പോലത്തെ ശരീരമാവാം, സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയിരിക്കും. അതേസമയം ഹൈപ്പോ ആണെങ്കിൽ നല്ല തടിച്ചു കൊഴുത്ത ശരീരപ്രകൃതമായിരിക്കും. ഭക്ഷണം എത്ര കുറച്ചാലും വണ്ണം കുറയാൻ ബുദ്ധിമുട്ടുന്ന ഒരു കൂട്ടരായിരിക്കും ഇവര്. ഹൈപ്പർ തൈറോയിഡിസത്തിൽ വല്ലാണ്ട് ശരീരം വിയർക്കുക, മുടി കൊഴിച്ചിലുണ്ടാവുക. ഹൈപ്പോയില് ഇതിന് വിപരീതമായി കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും കാണപ്പെടുക, മൂഡ് സ്വിങ്സ് കാണപ്പെടും, എല്ലാം ഭയങ്കര അലസതയായിരിക്കും. തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ പല കാരണങ്ങളും കൊണ്ടുണ്ടാവാം. അതിലിപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ TFT എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ തൈറോയ്ഡ് ഫംഗ്ഷൻ പ്രോപ്പർ ആണോ അല്ലയോ എന്ന് അറിയാൻ പറ്റും. ഒരു ഡോക്ടറിന്റെ കീഴിൽ തന്നെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്ത് ഈ വക കണ്ടീഷൻസിനെ ട്രീറ്റ് ചെയ്യേണ്ടത്.